തൂണേരി ഷിബിൻ വധക്കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി. 15-16 പ്രതികളും കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. മുസ്ലിം ലീഗ് പ്രാദേശിക നേതാക്കന്മാരടക്കമുള്ളവരാണ് പ്രതികൾ. സർക്കാരിൻ്റെ ഉൾപ്പെടെ അപ്പീലിലാണ് വിധി. ശിക്ഷ ഈ മാസം 15-ന് പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, കീഴ്ക്കോടതി വിധിയെ റദ്ദാക്കിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാരും പ്രവർത്തകരും ഉൾപ്പെട്ട ഈ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, നാദാപുരം തൂണേരിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന ഷിബിനെ കൊലപ്പെടുത്തിയ കേസിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരായ 17 പേരിൽ 8 പേർ കുറ്റക്കാരാണ് എന്നാണ് ഡിവിഷൻ ബെഞ്ച് വിധിച്ചത്. 1 മുതൽ 6 വരെ പ്രതികളായ ഇസ്മയിൽ, മുനീർ, സിദ്ദിഖ്, മുഹമ്മദ് അനീസ്, സുഹൈബ്, 15-ാം പ്രതി ജാസിം, 16-ാം പ്രതി സമദ് എന്നിവരെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരും മറ്റ് പ്രതികൾ കൊലയാളികൾക്ക് സഹായം ചെയ്തവരുമാണ്. ഈ മാസം 15-ന് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവർക്കുള്ള ശിക്ഷ അന്ന് പ്രഖ്യാപിക്കും എന്നാണ് കരുതുന്നത്. നേരത്തെ 2015-ലാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ജനുവരി 22-ന് തൂണേരിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഷിബിനെ ഒരു സംഘം മുസ്ലിം ലീഗ് പ്രവർത്തകർ ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഷിബിനൊപ്പം മറ്റു ചിലർക്കും പരിക്കേൽക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഈ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നീട് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണയിലേക്ക് പോയി. 1 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ 2016 ജൂണിൽ ഈ പ്രതികളെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടാണ് എരഞ്ഞിപ്പാലത്തെ അഡീഷണൽ സെഷൻസ് കോടതി വിധി പുറപ്പെടുവിച്ചത്. പ്രോസിക്യൂഷനെ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാരും ഷിബിന്റെ പിതാവും ഒപ്പം ഷിബിനൊപ്പം ആക്രമിക്കപ്പെട്ടവരുമൊക്കെ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ അപ്പീലിൽ കോടതി വിശദമായി വാദം കേട്ട ശേഷമാണ് ഇപ്പോൾ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ്, ഒപ്പം 15-16 പ്രതികളും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്കുള്ള ശിക്ഷ ഇവരോട് 15-ാം തീയതി ഇവരെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയിട്ടുണ്ട്. തീർച്ചയായും ഈ മാസം 15-ന് ശിക്ഷ വിധിക്കും. കീഴ്ക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെട്ട കേസിൽ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളാണ് ഉമേഷ് നൽകുന്നത്.